ഒരു പരിപാടി നമ്മൾ നിശ്ചയിക്കപ്പെടുമ്പോൾ അത് എനിക്ക് പ്രത്യേക സമയങ്ങളും ഒക്കെ വളരെ ശാസ്ത്രീയമായിട്ട് ഇവിടെ ചെയ്യപ്പെട്ടുകൊണ്ട് തീരുമാനിക്കപ്പെട്ടതാണ് ഈ പ്രോഗ്രാം. അപ്പോൾ പ്രസംഗങ്ങളൊക്കെ ഇതിന് മുമ്പ് നടത്തപ്പെടാൻ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇവിടെ ജാഥ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനോടനുബന്ധിച്ച ഉദ്ഘാടന കർമ്മം, പിന്നെ ജാഥാനായകൻ്റെ ഒരു മറുപടി ആവശ്യമാണെങ്കിൽ അത്രയല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അത് കൂടി നടത്തുക. പിന്നെ പ്രത്യേകമാവുന്ന ചില ഇപ്പോൾ കുഞ്ഞാട്ടി സാഹിബിൻ്റെ പ്രസംഗം അത് ആവശ്യമാണ്. അങ്ങനെ മറ്റുള്ള ഇവിടുത്തെ നമ്മളെ ബന്ധപ്പെട്ട നമ്മുടെ ഈ 3 പ്രഭാഷണങ്ങളും അതിന് മുമ്പ് നടത്താമായിരുന്നു. കാരണം ഇവിടെ 2 മണി 2:15 ഇനി ഗോറ് സ്കരിക്കണം, അല്ലെങ്കിൽ ഇനി ഗോറ് ജാഥ അംഗങ്ങൾക്കത് ജമ്മാക്കാന്ന് വെക്കുക, എന്നാലും ഭക്ഷണം കഴിക്കണം, 4 മണിക്ക് മണ്ണാർക്കാട് എത്തുമ്പോൾ. അപ്പോൾ ഏതായാലും ഞാനധികം നീട്ടിയൊന്നും പറയണില്ല, ഞാൻ ഒരു വാക്ക് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇത്തത്തില്ല ഐസുബാക്കുന്ത്, എവിടെയാണെങ്കിലും നമ്മൾ തഖ്വയുള്ളവരാവണം. വഖാലിഖിന്നാസ ബിൽ ഖുലുഖിൽ ഹസൻ, ജനങ്ങളോട് നല്ല നിലക്കുള്ള പെരുമാറ്റമാണ് നമുക്കുണ്ടാവേണ്ടത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു വാക്കാണ്. അപ്പോൾ ആ നിലക്ക് നമ്മൾ എവിടെയാണെങ്കിലും നമ്മൾ തഖ്വയുള്ളവരാവുക. ജനങ്ങളോട് നല്ല സ്വഭാവത്തിലുള്ള പെരുമാറ്റമാവണമെന്നുണ്ടെങ്കിൽ ആ സ്വഭാവങ്ങൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് ലഭിക്കപ്പെട്ട സ്വഭാവങ്ങളാവണം എന്നാണ്. അത് പ്രത്യേകമാവുന്ന ഒരു നൂറാണ്, ആ നൂറിൽ നിന്നിട്ട് ലഭിക്കപ്പെട്ട സ്വഭാവങ്ങളാവണം. അതിന് മാത്രമേ ഇപ്പോൾ നമ്മൾ നല്ല സ്വഭാവങ്ങളെന്ന് മനസ്സിലാക്കണ പല സ്വഭാവങ്ങൾ നമ്മളിലുണ്ടെങ്കിലും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന്, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അവതരിപ്പിച്ച ആ സ്വഭാവം അനുസരിച്ച് കൊണ്ടാവണം. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് വളരെ സന്തോഷകരമായൊരു അവസ്ഥയാണ്. നമുക്ക് എല്ലാവരും കൂടിക്കൊണ്ടിട്ട് ആരും ഭിന്നിച്ച് നിൽക്കാതെ എല്ലാ നിലക്കും വളരെ സന്തോഷത്തോടു കൂടിയുള്ള ഒരു സംഘമാണ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പക്ഷേ വാർത്താ മാധ്യമങ്ങളോട് പ്രത്യേകമായി പറയാനുള്ളത്, സംസ്ഥയുള്ള ജമിയത്തുൽ ഉലമ എന്നുള്ളത് ഒരു വലിയൊരു സംഘടനയാണ്. വ്യക്തികൾക്ക് മാന്യത ഉണ്ടാവും, അവർക്ക് ചില ഇറിവുകളൊക്കെ ഉണ്ടാവും, അതുപോലെ സംഘടനകൾക്കും ഉണ്ടാവും. അപ്പം സമസ്തയുള്ള ജമിയത്തുൽ ഉലമയെ ഇകഴ്ത്തുന്ന നിലക്കുള്ളതായ ഏതെങ്കിലും വാർത്തകൾ, ഞാൻ ഇന്ന് രാവിലെ ഒരു പിന്നെ ചാനലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചാനൽ, ആ ചാനലിൻ്റെ പ്രത്യേക അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളോട് ശകാരിച്ചു രാവിലെ. കാരണം സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും വെടിയേറ്റ് വന്നീന, ആരെങ്കിലും തോക്കേറ്റ് വന്നീന, ഉണ്ടായിട്ടില്ല. വളരെ സൗഹൃദമായ നിലക്ക് നമ്മൾ എല്ലാവരും ഒന്നിച്ചു നിന്ന് പ്രവർത്തിക്കുക എന്നുള്ള നിലക്കുള്ളൊരു തീരുമാനത്തിലെത്തി. ആ നിലക്ക് നമ്മൾ നല്ല വിട്ടുവീഴ്ച 2 ഭാഗം എല്ലാവരും കൂടി ചെയ്തപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങിയിരുന്നു. ഈ സമസ്തകൾ ആരാണ് ഈ വാർത്ത കൊടുക്കണമെന്നാണ് ഞാൻ എന്നോട് ചോദിച്ചത്. ഞാനതിന് മറുപടി ഇവിടുന്ന് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയണം. സമസ്ത കേരള ജമിയത്തുൽ ഉലമ വഴങ്ങി, അല്ലെങ്കിൽ നമ്മൾ ഈ നെഞ്ചൊക്കെ എന്ന് പറഞ്ഞാൽ ആര് വെടിയേറ്റ് വന്നാലും ആ നെഞ്ച് കാണിച്ചു കൊടുക്കുന്നതായ സ്വഭാവം ഒരു പാരമ്പര്യമാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കണം. അപ്പം അതുകൊണ്ട് ഇവിടെ കൂടിയവരോട് പറയാനുള്ളത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് ഒരു പോറലും ആരും ഏൽപ്പിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ ശക്തിപ്പെടുത്തണം, അതിനെ സ്നേഹിക്കണം, അതിനെ ബഹുമാനിക്കണം. വഴങ്ങിയെന്നോ അല്ലെങ്കിൽ കുഴങ്ങിയെന്നുള്ള വാർത്തകൾ കൊടുത്തുകൊണ്ട് ഈ പ്രസ്ഥാനത്തിനെ അതിൻ്റെ ശക്തി നശിപ്പിക്കാൻ ഏതെങ്കിലും ചാനലുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആ ചാനലുകളെ ഒറ്റപ്പെടുത്താൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ശ്രമിക്കുന്ന കാലത്ത് യാതൊരു സംശയമില്ല എന്ന് എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഉണർത്തിക്കൊണ്ടിട്ട് ഈ നൽകിയതായ സ്വീകരണത്തിലേക്ക്, ഈ രാജകീയമായ സ്വീകരണത്തിലേക്ക് നന്ദി എന്നുള്ള വാക്കിൽ അവസാനിപ്പിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് സ്വാലിഹായ അമലായി കൊണ്ട് കബൂൽ ചെയ്യട്ടെ. നമുക്കൊക്കെയുള്ള ഹസനാത്തിൻ്റെ ആ രേഖയിൽ ഇതിൽ അല്ലാഹു രേഖപ്പെടുത്തി തരട്ടെ. ഈ നമ്മോട് ബന്ധപ്പെട്ട എല്ലാ മേഖലയിലും ഇതിനുവേണ്ടി പ്രവർത്തിച്ചവർക്കും ഭക്ഷണം നൽകിയവർക്കും വെള്ളം നൽകിയവർക്കും അവരോട് ബന്ധപ്പെട്ടവർക്കൊക്കെ എല്ലാ നിലക്കുള്ള ഖൈറിനും ബർക്കത്തിനൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. രോഗമുള്ളവരെ രോഗം അല്ലാഹു ശിഫിയാക്കി കൊടുക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സുഖാനായി കൊടുക്കട്ടെ. നമ്മളെല്ലാവരും ഇതിൽ പ്രധാനപ്പെട്ടതായ നമ്മുടെ മഹാന്മാർക്ക് വേണ്ടിയിട്ട് ഇവിടെ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ഉമർ അലി തങ്ങളുടെ ജന്മദിനം ഞാൻ അവിടുന്ന് ഒരു ഫാത്തിഹ ഓതി അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് എൻ്റെ പ്രസംഗത്തിൻ്റെ ആദ്യത്തിൽ ചെയ്തിട്ടുള്ളത്.
എന്നതുപോലെ നമ്മുടെ എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടിയും നമ്മുടെ അനുയായികൾക്ക് വേണ്ടിയും നമ്മുടെ ഉമറാദിന് വേണ്ടിയും ഒക്കെ മരിച്ചവർക്കൊക്കെ നമ്മൾ ഒരു ഫാത്തിഹ ഓതിക്കൊണ്ട് അവസാനിപ്പിക്കുക. ഇലാ ഹദറാത്തി അർവാഹി മൻ നവൈനാഹും അൽ ഫാത്തിഹ. ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അല്ല, ജന്മദിനാണ്. അത് ഞാൻ മറന്നു. വഫാത്ത് ദിനാണ് കേട്ടോ. ഒவ்வொരു ബഹുമാനപ്പെട്ട ഒരു പൈസ ഇന്നല്ല, വഫാത്ത് ദിനം 2 ദിവസം മുമ്പ് ഇരുന്ന ഞാൻ ആലപ്പുഴ വെച്ചിട്ട് എവിടുന്ന് ആലപ്പുഴ വെച്ചിട്ട് ഫാത്തിഹ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പം അവർക്കും മറ്റുള്ള എല്ലാ സാദാത്യങ്ങൾക്കും എല്ലാ മഹാന്മാരാകുന്ന പണ്ഡിതന്മാർക്കും എല്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയോട് ബന്ധപ്പെട്ട എല്ലാ ഉമറായിക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും ഒക്കെ വേണ്ടിയാണ് ഈ ഫാത്തിഹ. ഇലാ ഹദറാത്തി അർവാഹി മൻ നവൈനാഹും അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت المغضوب عليهم ولا الضالين آمين. اللهم اجعل ثواب هذه الفاتحة هدية خاصة إلى حضرات أرواح من نويناهم. اللهم اغفر لهم، اللهم ارحمهم، اللهم اعف عنهم، اللهم اكرمهم، اللهم تقبل منهم جميع حسناتهم، اللهم تجاوز عن سيئاتهم، اللهم تقبل منهم جميع الخدمات. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رب. അപ്പോൾ സമയം കുറഞ്ഞതായതുകൊണ്ട് എല്ലാവരെയും അങ്ങോട്ട് ക്ഷണിക്കാൻ മറന്നു. എല്ലാവരും സമ്മേളനത്തിന് വരണം. അതുപോലെ സമ്മേളനത്തോട് ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാവരും ഭാഗമൊക്കെ ആണെന്ന് എല്ലാവരും ഉണർത്തിക്കൊണ്ട് അവസാനിപ്പിക്കും. അസ്സലാമു അലൈക്കും.